ഹലോ. ജീവിതത്തിൽ ഒരു പുതിയ കരിയർ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു കരിയർ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഞങ്ങളുടെ ഈ ഒരു ലോഞ്ച് ആൻഡ് റീലോഞ്ച് കരിയർ സെഷനിലേക്ക് സ്വാഗതം. ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണ്. ബിഫോർ ദാറ്റ് ഞാൻ അതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് വയ്ക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പെൻഡ് ചെയ്യണ ഈ 20 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. അതിന് 200% ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. ആ ഒരു പേഷ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷന്റെ എൻഡ് വരയ്ക്കും കാണിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കറിയാം, നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ നമ്മളൊരു മണി ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും. നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ സ്വപ്നങ്ങൾ വന്നിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ, സാധൂകരിച്ചെടുക്കാൻ വേണ്ടി ഒരു വേദി വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടി തീർച്ചയായിട്ടും ഏത് സ്വപ്നത്തിന്റെയും പിറകിൽ വന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ എന്ന് പറയുന്നത് മണി തന്നെയാണ്, അല്ലെ? സോ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് വന്നിട്ട് നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ആളുകളും ഒരു കരിയർ തുടങ്ങാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കാനും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു സ്ട്രോങ് എന്താണ് നമ്മളുടെ ഡ്രീം? നിറയെ പേർക്ക് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് കൂടി അറിയാത്തവരുണ്ടായിരിക്കും. ചില ആളുകൾക്ക് എല്ലാം അറിയും, പക്ഷെ അത് എങ്ങനെ ചൂസ് ചെയ്യണം, ഇതിൽ ഏതാണ് എനിക്ക് കൂടുതൽ ആവശ്യമുള്ളത് എന്നറിയാതിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കാം. നമ്മൾ എല്ലാത്തിനും ഏതിനും നമ്മൾ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്തെടുക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സോ അത് വന്നിട്ട് ഒരുപാട് പേരുടെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിനായിരിക്കും നമ്മൾ ഒരു കരിയർ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ, അവർ ആഗ്രഹിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം എന്നായിരിക്കാം. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കാറോ ബൈക്കോ അല്ലെങ്കിൽ ഒരു വീടോ വാങ്ങിക്കണം എന്നുള്ളതായിരിക്കാം നമ്മളുടെ ആഗ്രഹം. അതേമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ട്രിപ്പ്, ഒരു ഫാമിലി ട്രിപ്പ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നമുക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. അതിൽ വന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോറിൻ ട്രിപ്പ് പോകണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. സോ മേ ബി അതായിരിക്കാം ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തേടിയെടുക്കാൻ കാരണം. അതേമാതിരി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് വെഡ്ഡിങ് തന്നെയാണ്, അല്ലെ? നമ്മള് ബെസ്റ്റ് വെഡ്ഡിങ് എക്സ്പീരിയൻസ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതായിരിക്കണം നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം നമ്മൾ ഒരു കരിയർ, ഒരു എക്സ്ട്രാ മണി ഏൺ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി, ഇന്ന് ഒരുപാട് പേര് എസ്പെഷ്യലി വിമൻസ് നന്നായി പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എല്ലാത്തിലും ഉപരി ഒരു ഷെല്ലിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി പോകുന്ന ആളുകളുണ്ട്. സോ ഞാൻ ആരാന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് പോലും മറന്നുപോയ ഒരു നിമിഷം, അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു വേദി എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം നമ്മളൊരു കരിയർ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എല്ലാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളെ അടുത്ത് ചോദിക്കണം. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, എന്തെങ്കിലും സ്വപ്നങ്ങൾ സഫലീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡ്രീമിന്റെ മേലെ ഒരു ട്രസ്റ്റ്, ഒരു ബിലീവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഡ്രീമിന്റെ മേലെ, നിങ്ങളുടെ സ്വപ്നത്തിന്റെ മേലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ ഡ്രീം നേടിയെടുക്കണം എന്നുള്ള ഒരു പാഷൻ, ഇത് എൻ്റെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 100% എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു പാഷൻ, ആ ഡ്രീമിന്റെ മേലെ നമുക്കൊരു പാഷൻ, നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നമ്മൾക്ക് ആ ഡ്രീം, നമ്മൾക്ക് ആ ഒരു സ്വപ്നത്തെ കുറിച്ച് മാത്രമേ തിങ്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പാഷൻ എന്ന് പറയുന്നത്. ആ പാഷൻ നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു ഫയർ, ഒരു സ്പിരിറ്റ് നമ്മൾക്ക് വന്നിട്ട് ജീവിതത്തിൽ കിട്ടും. ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടി, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ ഡ്രീം വളരെ വളരെ അത്യാവശ്യമാണ്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ മേലെ എനിക്ക് ഒരുപാട് പാഷൻ ഉണ്ട്
തീർച്ചയായിട്ടും അതിന് ഞാൻ വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഒരു വേദി അത്യാവശ്യമാണ് അല്ലെ? അതിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വേദി ആവശ്യമാണ്. അതാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൂലം നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എന്റെ പേര് ഷൈനി മോഹൻ. ഐ എം എ മോംപ്രനോർ, ഡിജിറ്റൽ ലീഡർ, ഓൺടർപ്രനോർ, ബിസിനസ് കോച്ച് ആൻഡ് സെൽഫ് ഗ്രൂമിംഗ് ട്രെയിനർ. ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഞാനൊരു ഫുൾ ടൈം ഹോം മേക്കർ ആയിരുന്നു. ഒരു നോർമൽ ഹോം മേക്കറിൽ നിന്ന് ഇന്ന് ഒരു ഓൺടർപ്രനോർ എന്ന് പറയുന്ന ഒരു ജേണിയിലേക്ക് എന്നെ മാറ്റിയിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനും സാധാരണ ഒരു ഹോം മേക്കർ ആയിരുന്നു. വീട്, ഫാമിലി, കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ എല്ലാവർക്കും അറിയാം, ഒരു വിമൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു അതിൽ ഒതുങ്ങി കൂടും. സോ ഒരു കരിയറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും നമ്മളെ ലിമിറ്റേഷൻസ്, നമ്മളുടെ കമ്മിറ്റ്മെന്റ്സ് വന്നിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കും. സോ അതിൽ നിന്ന് എൻ്റെ ഫാമിലി സാക്രിഫൈസ് ചെയ്തിട്ടൊരു ജോബിന് പോവാൻ അല്ലെങ്കിൽ ഒരു കരിയർ വന്നിട്ട് പുറത്ത് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും കിട്ടില്ല. സോ അതുമല്ലാതെ നമ്മൾക്ക് ആ ഒരു സാക്രിഫൈസ്, ഇത്ര ദിവസം എൻ്റെ ഫാമിലിനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് പെട്ടെന്ന് ഞാൻ ആ ഒരു ബ്രേക്ക് ചെയ്ത് പോണോ എന്നുള്ളതും നമ്മൾക്ക് തിങ്ക് ചെയ്യും. ആ സമയത്താണ് ഞാൻ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആലോചിച്ചത്. തീർച്ചയായിട്ടും ദൈവം എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു 360 ഡിഗ്രി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഞാനൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണ്. എൻ്റെ ഐഡന്റിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം മൂലം ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ഒരുപാട് സ്റ്റേറ്റിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ വന്നിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് വിത്ത് ഫാമിലി ആൻഡ് റെക്കഗ്നേഷൻസ്. സോ ഞാൻ ഒരു നോർമൽ ഹോം മേക്കർ ഇന്ന് വന്നിട്ട് നമുക്കറിയാം, വർക്കിംഗ് പേഴ്സൺ ആയാലും റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും ഓ വെരി ഗുഡ് എന്ന് പറയുന്ന ബോസിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് കിട്ടാനേ നമ്മൾക്ക് കഷ്ടമായിട്ടുള്ള കാലമാണ്. പക്ഷെ അതിൽ റെക്കഗ്നേഷൻസ്, നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങൾക്ക് ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവാർഡ് തരാ എന്ന് പറയുന്നത് ചാൻസ് ഇല്ലാത്ത കാര്യമാണ്. അതൊരു ഹോം മേക്കർ അതിനെപ്പറ്റി ആലോചിക്കാനും കൂടി പറ്റില്ല. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ റെക്കഗ്നേഷൻ ആണ് ആക്ച്വലി എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. ഇന്ന് വന്നിട്ട് ഞാനൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല, ഇന്ന് ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ, അവരെ എംപവർ ചെയ്യാനുള്ള ഒരു വേദി കൂടി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മൂലം കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ടീം ഫീനിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടീം ക്ലബ്ബ് വന്നിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് വിമൻസ് ആൻഡ് ജെൻസ് എല്ലാവരും വന്നിട്ട്, എസ്പെഷ്യലി ഓൾമോസ്റ്റ് വിമൻസ് ആണ്, അവർ വന്നിട്ട് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വർക്ക് ചെയ്ത് അവർ മാത്രമല്ല മറ്റുള്ളവരെയും നമ്മൾ അതേമാതിരി കൊണ്ടുവരണം, അവരെയും ഹെൽപ്പ് ചെയ്യണം, അവരെയും എംപവർ ചെയ്യണമെന്ന ആ ഒരു മെന്റാലിറ്റിയുള്ള ഒരുപാട് ടീം മെമ്പേഴ്സ് എനിക്കുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഒരു സപ്പോർട്ടീവ് ഓഫീസ്, അതായത് ഒരു SPO വന്നിട്ട് ഞാൻ വന്നിട്ട് റൺ ചെയ്യാനുള്ള ഒരു വേദി എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അതില്ലാതെ എന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 1000 പീപ്പിളിനെങ്കിലും നമ്മൾക്ക് 1000 വിമൻസിന് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അവരുടെ ഡ്രീം, അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്, ആ ഡ്രീം ഫുൾഫിൽ ചെയ്തു കൊടുക്കുക. അതും എത്ര പെട്ടെന്ന് ഫുൾഫിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന്. അത് തന്നെയാണ് ടീം ഫീനിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ബിലീവ് ഉണ്ടെങ്കിൽ, നമ്മളെ വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മളെ ഡ്രീമിനെ വിശ്വസിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ടീം ഫീനിക്സിലുള്ള ഓരോ പേഴ്സൺസിനും ഞാൻ അതിന് താങ്ക്സ് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ചെറിയ ചെറിയ കാര്യം, ഒരുപാട് ഒരു വിത്തിൻ 1 ഇയറിനുള്ള ഒരുപാട് റെക്കഗ്നേഷൻസ്, ഒരുപാട് ക്യാഷ് അവാർഡ്സ്, ഒരുപാട് ഫോറിൻ ട്രിപ്സ് ആൻഡ് നാഷണൽ ട്രിപ്സ്, ഇതെല്ലാം എനിക്ക് പോവാൻ, ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ. നോർമലി ഒരു ഹോം മേക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഫ്രണ്ട് സർക്കിൾ കൂടി കുറച്ച് ഒരു ഷോർട്ടായിട്ട്, എസ്പെഷ്യലി ഞാനൊരു റിസർവ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് വന്നിട്ട് വളരെ കുറവായിരുന്നു. ബട്ട് ഇന്ന് മോർ ദാൻ 10,000 പീപ്പിൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. അതൊരു ഫ്രണ്ട്സ് എന്ന് പറയാം, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ആ ഒരു ബോണ്ടിങ് വന്നിട്ട് ഞങ്ങളുടെ ടീമിൽ അത് അധികമായിട്ടുണ്ട്. സോ അതും ഒരുപാട് എൻജോയ്മെന്റ് എനിക്ക് തരുന്നതാണ്. ഇതിനെല്ലാം ഞാൻ താങ്ക്സ് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓറിഫ്ലെയിം സ്വീഡൻ എന്ന് പറയുന്ന കമ്പനിക്കാണ്. സ്വീഡൻ ഓറിഫ്ലെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1967, ഓൾമോസ്റ്റ് 54 ഇയേഴ്സ് ഓൾഡ് കമ്പനിയാണ്. സ്വീഡൻ ബേസ്ഡ് കമ്പനി
കമ്പനിയാണ്. വേൾഡിലെ നമ്പർ 1 ബ്യൂട്ടി കമ്പനിയാണ് ഓറിഫ്ലെയിം സ്വീഡൻ. ഇന്ന് 2 യോക്നിക് ബ്രദേഴ്സ് അവരുടെ ഡ്രീമായിട്ടുള്ള ഒരു കമ്പനി ആരംഭിച്ച് ഇന്നൊരു വലിയ ഒരു മരം, അതായത് ഇന്നൊരു 30 lakhs പീപ്പിളിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ആ ഒരു കമ്പനി ജേർണി ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് 68 കൺട്രീസിൽ വന്നിട്ട് വേൾഡിൽ ഗ്ലോബലി നമ്മളുടെ ബിസിനസ് വന്നിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് IDS ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫസ്റ്റ് co-founder മെമ്പറാണ് ഓറിഫ്ലെയിം. ആൻഡ് ഗ്ലോബൽ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആൻഡ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ ഓറിഫ്ലെയിമിന്റെ സ്റ്റാഫുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും എത്തിക്സ്, ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനി പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എനിക്കത് ഒരുപാട് ഒരുപാട് പ്രൗഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾക്ക് 3 കാര്യങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ജീവിതത്തിൽ ഇത് 3 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലുക്ക് ഗ്രേറ്റ്, മേക്ക് മണി, ഹാവ് ഫൺ. സോ തീർച്ചയായിട്ടും നമ്മൾക്ക് വന്നിട്ട് ഇന്ന് എനിക്ക് നന്നായിട്ടിരിക്കേണ്ട, എന്നെ കാണാൻ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഓരോ ആളുകളും ലുക്ക് ഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മൾക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ വന്ന ഒരു ബെസ്റ്റ് വേ ഓഫ് ലുക്ക് ഗ്രേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. മേക്ക് മണി, നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വന്നിട്ട് എത്ര വലിയ ഡ്രീം ആണെങ്കിലും ഈ ഒരു മേക്ക് മണി, ഈ ഇവിടുത്തെ മേക്ക് മണി എന്ന് പറയുന്നത് ഒരു സക്സസ് പ്ലാൻ ആണ്. സോ ഓറിഫ്ലെയിമിന്റെ ബെസ്റ്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ യൂണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സക്സസ് പ്ലാൻ തന്നെയാണ്. ആ ഒരു സക്സസ് പ്ലാൻ തന്നെയാണ് ഓറിഫ്ലെയിമിനെ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഹാവ് ഫൺ, നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യാൻ മറന്നു പോണ ഒരുപാട് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ, ഒരുപാട് നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് റെക്കഗ്നേഷൻസ്, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലെല്ലാം നമ്മൾക്ക് വന്നിട്ട് ഫുൾഫിൽ ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ പ്രോഡക്റ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ലുക്ക് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് തന്നെയാണ്. സോ നമ്മളൊരു ബ്യൂട്ടി കമ്പനിയാണ്. നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആൻഡ് വെൽനെസ് പ്രോഡക്ട്സ് ആണ്. സോ നമ്മുടെ പ്രോഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഈക്കോ എത്തിക്കൽ സ്ക്രീനിങ് ആണ്, നാച്ചുറൽ ഫ്രണ്ട്ലി ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, അണ്ടർ ദ സ്കൈയിലിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ എക്സ്ഫോളിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് വന്നിട്ട് ഓരോ ഷവർ സ്ക്രബിലും അല്ലെങ്കിൽ ഫേസ് സ്ക്രബിലും യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബീഡ്സ് എത്രമാത്രം വന്നിട്ട് ഓഷ്യൻസിന് വന്നിട്ട് ഹാം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് ഞങ്ങൾ വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ വന്നിട്ട് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ന് വേൾഡിലെ നമ്പർ 1 സ്ട്രിക്റ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് വന്നിട്ട് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ്. ആ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേമാതിരി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസിലും നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ GMO ഫോർമുലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾക്ക് അറിയാം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഏതൊരു കാര്യങ്ങൾക്കും വന്നിട്ട് GMO പ്രോഡക്ട്സ് ആണ്, ജെനറ്റിക് മോഡിഫൈഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പക്ഷെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ വന്നിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് എടുത്ത് നമ്മൾ പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാത്തിനും പുറമെ നമ്മൾക്ക് സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട് സ്റ്റോക്ക്ഹോമിൽ. അവിടെ 150 സയന്റിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അവരാണ് നമ്മൾ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പാറ്റന്റ് ടെക്നോളജി യൂസ് ചെയ്ത് അതിനുശേഷം വോളണ്ടിയേഴ്സ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. 10,000 പാനലിസ്റ്റ് വെച്ച് വോളണ്ടിയേഴ്സ് ടെസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ടെസ്റ്റ് ആൻഡ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓറിഫ്ലെയിം പ്രോഡക്ട്സ് നമ്മൾ വന്നിട്ട് 100% ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ ഓറിഫ്ലെയിം പ്രോഡക്ട്സിന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ അറിയാം, ഏതൊരാളും വന്നിട്ട് ഓറിഫ്ലെയിം പ്രോഡക്ട്സിന് അത്രയും റിവ്യൂസ്, അത്രയും നീഡ് ആയിട്ടുള്ള ആളുകളാണ് സെർച്ച് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ബട്ട് ഓറിഫ്ലെയിം ജോയിൻ ചെയ്ത വെറും പ്രോഡക്ട്സ് മാത്രമാണോ? ഓറിഫ്ലെയിം നിങ്ങൾ വന്നിട്ട് ഒരു ബ്രാൻഡ് പാർട്ണറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 45 ടൈപ്പ് ഓഫ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഫസ്റ്റ്
തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്ട്സിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ പ്രോഡക്ട്സ് വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു ബ്രാൻഡ് പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20% മുതൽ 75% വരയ്ക്കും ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു 75% ഓർ 20% നിങ്ങളുടെ പോക്കറ്റിൽ ഇമ്മീഡിയറ്റ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരുപാട് പേര് ഇന്ന് ഇമ്മീഡിയറ്റ് ഇൻകം എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ഇൻകം മാത്രം ഏൺ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. 20% മുതൽ ടു 75% നമ്മളുടെ യൂസിന് ആവശ്യമായിട്ട് വാങ്ങിയാൽ കൂടി നമ്മൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് നമ്മൾക്ക് കിട്ടാൻ നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മളെ പ്രോഡക്ട്സ് നമ്മളെ ഈ ബിസിനസ് വന്നിട്ട് ഒരു ഗ്രോത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു സക്സസ് ലാഡർ എന്ന് പറയുന്ന ആ സക്സസ് ലാഡറിലൂടെ നമ്മൾ കയറുന്നത് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ്, ബോണസ് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ്. ആ ബോണസ് പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടണേ വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിനും ബോണസ് പോയിന്റ്സ് ഉണ്ട്. സോ ഒരു ബോണസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു 40 റുപ്പീസ്, അപ്രോക്സിമേറ്റ്ലി 40 റുപ്പീസ് ആണ് ഒരു ബോണസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ വാങ്ങുന്ന ഓരോ ബോണസ് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടും നമ്മൾക്ക് പ്ലന്റി പ്രോഗ്രാം ഗിഫ്റ്റ് വന്നിട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. സോ നിങ്ങൾ ഓരോ മാസം ഓരോ ഗിഫ്റ്റ് ആയിരിക്കും, ഓരോ മാസം ഓരോ ഗിഫ്റ്റ് അവർ അനൗൺസ് ചെയ്യും. സോ ഒരു 50 പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ്, 100 പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ്, 200 പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഒരു 3 തരം ഗിഫ്റ്റ് വന്നിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് വന്നിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഒരു ഫസ്റ്റ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സക്സസ് ലാഡർ, ഞാൻ പറഞ്ഞ ആ സക്സസ് ലാഡറിലൂടെ നമ്മൾ കയറി പോകുമ്പോൾ ഫസ്റ്റ് സക്സസ് ലാഡറിൽ നിങ്ങൾ കയറി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പീഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് സ്പീഡ് ബോണസ്, ന്യൂ ബ്രാൻഡ് പാർട്ട്നേഴ്സിന് സ്പീഡ് ബോണസ് വന്നിട്ട് നമ്മൾക്ക് ഫ്രം ദ ബിഗിനിങ് മന്ത് മുതലേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓൾ ടുഗദർ 6500 റുപ്പീസ് നിങ്ങൾക്ക് സ്പീഡ് ബോണസ് മൂലം മാത്രം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ കൊണ്ടുവരുന്ന നമ്മളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന ഓരോ പേഴ്സണിൽ നിന്നും 500 റുപ്പീസ് ഈച്ച് നിങ്ങൾ ഓരോ സക്സസ് ലാഡറിലും അവർ കയറി പോകുമ്പോൾ നമ്മൾക്ക് വന്നിട്ട് 6500 ഈച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്കൊരു മിനിമം 20,000 എനിക്ക് ഈ മാസം വേണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ജോയിൻ ചെയ്ത അതേ മാസം മുതലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓൺട്രപ്രണർ ബോണസ്, അതായത് നമ്മൾ ഒരു ബിസിനസ് ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ടീമിനെ വന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഓൺട്രപ്രണർ ബോണസ് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കമ്പനി പാമ്പർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഒരു മാനേജർ ലെവൽ വന്നു, ഒരു 15% മുതൽ 22% വരെയും ഒരു മാനേജർ ലെവൽ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ 50,000 റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഓരോ ലെവൽസ് 3% മുതൽ 22% വരെ ആ സക്സസ് ലാഡറിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾക്ക് 22% വരയ്ക്കും നമ്മൾക്ക് PD, പെർഫോമൻസ് ഡിസ്കൗണ്ട് ഓൾ ടുഗദർ യുവർ ടീം. നിങ്ങളുടെ നെറ്റ്വർക്കിൽ എത്ര പേരുണ്ടോ അവർ ചെയ്യുന്ന ഓരോ ബിസിനസ്സിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3% മുതൽ 22% വരയ്ക്കും മന്ത്ലി പെർഫോമൻസ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടും. മന്ത്ലി പെർഫോമൻസ് ഡിസ്കൗണ്ട് ബേസ് ചെയ്യുന്നത് നമ്മളെ ബോണസ് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു ബോണസ് പോയിന്റ്സ് എന്ന് പറയുന്നത് 40 റുപ്പീസ് ആണ്. ആ ഒരു ബോണസ് പോയിന്റ്സിന് നമ്മൾക്ക് 38 റുപ്പീസ് നമ്മൾക്ക് കമ്പനി തിരിച്ചു തരുന്നുണ്ട്. സോ ആ ഒരു 38 റുപ്പീസ് ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് BP ആയിട്ട് നമുക്ക് PD, പെർഫോമൻസ് ഡിസ്കൗണ്ട് 3% മുതൽ 22% വരെ ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ക്യാഷ് അവാർഡ്സ്, നിങ്ങൾ ഒരു സീനിയർ മാനേജർ ഒരു 22% എബോവ് നിങ്ങൾ വരുന്ന സമയത്ത്, ഒരു ഡയറക്ടേഴ്സിന്റെ എബോവ് വരുമ്പോൾ നിങ്ങൾക്ക് 1 ടൈം ക്യാഷ് അവാർഡ്, അതിനുശേഷം വരുന്ന ഓരോ ടൈറ്റിലിനും 1 ടൈം ക്യാഷ് അവാർഡ് നമ്മൾക്ക് കിട്ടും. ഒരു പേഴ്സൺ വന്ന് 17 ക്യാഷ് അവാർഡ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. 17 ക്യാഷ് അവാർഡ് എന്ന് പറയുമ്പോൾ ഓൾ ടുഗദർ ടോട്ടൽ എമൗണ്ട് വന്ന് 11 crore റുപ്പീസ് വന്നിട്ട് പെർ പേഴ്സൺ നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ക്യാഷ് അവാർഡ് മൂലം മാത്രം. അതുകൂടാതെ ബോണസ് വന്നിട്ട് സീനിയർ മാനേജേഴ്സ് ആൻഡ് എബോവ് വന്ന് ബോണസ് ടോട്ടലി ചേഞ്ച് ആണ്. സോ ആ ബോണസ് നമ്മളെ ടീമിലുള്ള ഓരോ പേഴ്സന്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് ബോണസ് നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് ഒരു 4,000 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1 crore വരെയും നിങ്ങൾക്ക് ബോണസ് മാത്രം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേമാതിരി 3 ഇന്റർനാഷണൽ ട്രിപ്പ് ആൻഡ് 2 നാഷണൽ ട്രിപ്പ് നമ്മൾക്ക് ഇവിടെ പെർ ഇയർ ട്രാവൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാനേജേഴ്സിന്റെ എബോവ് ഓരോ ലെവൽ പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ, നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഒരു ഡയമണ്ട് ആൻഡ് എബോവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 4 പേര്, നിങ്ങളുടെ ഫാമിലിയിൽ 4 പേര് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു
ടിക്കറ്റും നമ്മൾ ഒരു 1 റുപ്പി കൂടി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നിങ്ങൾ പോണ സമയത്ത് 1 റുപ്പി കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എയർപോർട്ടിലേക്ക് നിങ്ങളുടെ ബാഗ് എടുത്ത് വന്നാൽ മാത്രം മതി. അവിടുന്ന് മുതൽ നിങ്ങൾ അവിടെ ഏത് കൺട്രിയിലാണോ കൊണ്ടുപോണ ആ കൺട്രിയിൽ പോയി തിരിച്ചു കൊണ്ടുവരുന്നവരേക്കും ഫുൾ ചെലവും കമ്പനിയുടെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ കൂടി നിങ്ങൾക്ക് സ്പെൻഡ് ആവില്ല. ആൻഡ് റെക്കഗ്നേഷൻസ് അമേസിങ് എക്സ്പീരിയൻസ്. ഒരു പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റെക്കഗ്നേഷൻ. ചെറിയ ചെറിയ കാര്യത്തിന് കൂടി ആ ഒരു റെക്കഗ്നേഷൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് അറിയാം നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി നമ്മൾക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷനോ ഒരു വെഡിങ്ങോ ഇതിനൊക്കെ വേണ്ടിയാണ് അതാണ് നമ്മളൊരു ബേസിക് ഡ്രീം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും. ആ ബേസിക് ഡ്രീമിന് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ അതിനാണ്. സമ്പാദിച്ചതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് ഡ്രീം ഫുൾഫിൽ ചെയ്യുക. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും അധികം ആളുകൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് നേടിയെടുക്കണ കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രീം പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് ഒരു കാർ വേണോ, ഒരു വീട് വേണോ, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേണോ, വെഡിങ് വേണോ, ഇതിനൊന്നും നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഡ്രീം പ്രോഗ്രാം മൂലം കമ്പനിയെ വന്നിട്ട് വിത്തൗട്ട് വൺ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് 1 റുപ്പി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇതെല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഒരു ഗോൾഡ് എബോവ് വന്നാലേ ഇതെല്ലാം നമ്മൾക്ക് കിട്ടും ഒരു 4 ഇയേഴ്സിനുള്ളിൽ. ആൻഡ് അതേമാതിരി പ്രൊഫഷണൽ വേയിലാണ് ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എഡ്യൂക്കേഷൻ, ഇവിടെ വന്ന് നമ്മൾ ഇത്ര എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് വേണം, അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി കമ്പനി ട്രെയിനിങ്സ് നമ്മളെ സഹായിക്കും. ഒരുപാട് ഓൺലൈൻ ട്രെയിനിങ്സ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ എവിടെയും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതേമാതിരി മാനേജ്മെന്റ് ഗൈഡൻസ് ആൻഡ് ലീഡേഴ്സ് ഗൈഡൻസ് നമ്മൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു കോർപ്പറേറ്റ് കമ്പനി നമ്മൾ റൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ്, അത്രയധികം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസും കൂടി നമ്മൾക്ക് കിട്ടും. സോ നമ്മൾക്ക് അറിയാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പൊ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാതിരി 12 മണിക്കൂറൊന്നും വർക്ക് ചെയ്യേണ്ടി വരും. നോ, നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ, നിങ്ങളുടെ ഓൺ ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളുടെ ഓൺ ഡിസിഷനിൽ നിങ്ങളുടെ ഓൺ ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ഒരു പാസീവ് ഇൻകമാണ്, ഒരു റെസിഡിയൽ ഇൻകമാണ്. നമ്മൾ ഒരു ലീനിയർ ഇൻകം അല്ല ഇവിടെ വാങ്ങുന്നത്. ലീനിയർ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സാലറി, നമ്മൾ അവർ പറയുന്ന മാതിരി വർക്ക് ചെയ്യണു, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിക്സഡ് സാലറി മന്തിന്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ജോലിക്ക് പോകണം, എല്ലാവരും അതാണ് ചെയ്യുന്നത്, ലീനിയർ ഇൻകം. പക്ഷെ ഇതൊരു റെസിഡിയൽ ഇൻകം, പാസീവ് ഇൻകം ആണ്. ഇവിടെ വന്നിട്ട് എത്ര ദൂരം നമ്മൾക്ക് അറിയാം, ഇന്നൊരു ലീനിയർ ഇൻകം പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലോ വർക്ക് ചെയ്യുന്നവർക്ക് എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇവിടെ ജോബ് സെക്യൂരിറ്റി തീരെ ഇല്ലാത്ത ഒരു മേഖലയാണ് ലീനിയർ ഇൻകം. ബട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നവരേക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല, എത്ര സമ്പാദിക്കണം നിങ്ങൾ വിചാരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് തലമുറയ്ക്കും നിങ്ങൾക്ക് അത് കൈമാറാൻ പറ്റും. ഇന്ന് ഒരുപാട് പേരുടെ മക്കളാണ് ഈ ഒരു ബിസിനസ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇവിടെ കിട്ടും. അതാണ് ഒരു റെസിഡിയൽ ഇൻകം എന്നതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 12 അവേഴ്സ് 8 അവേഴ്സ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് ഒരു 3 അവേഴ്സോ ഇല്ല 2 അവേഴ്സോ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ, പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്താലേ ഇത് സക്സസ് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മൾക്ക് ഇന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അല്ലേ. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ സക്സസ് ലാഡർ. നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു സക്സസ് ലാഡറിലൂടെ കയറി പോകുമ്പോൾ കിട്ടും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണെങ്കിലും ഓരോ ലെവൽ നിങ്ങൾ റീച്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ആ ഒരു 45 ടൈപ്പ് ഓഫ് ഇൻകം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടും. സോ ഈ ഒരു സക്സസ് ലാഡർ വന്നിട്ട് സ്റ്റോപ്പ് ആവുന്നില്ല. അതുകൊണ്ടാണ് ആരോ മാർക്ക്. ഓരോ ലെവൽ പോകുമ്പോഴും ആ സക്സസ് ലാഡർ വളർന്നിട്ടേയിരിക്കും.
സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ 100% നിങ്ങളുടെ ഡ്രീം സക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു സക്സസ് ലാഡറിലൂടെ മാത്രം കയറിപ്പോയാൽ മതി. അത് എങ്ങനെയാണ് കയറിപ്പോണ്ടേ, അതിന് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം വേണോ അതെല്ലാം വന്നിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടും. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ്, ഏത് സ്റ്റെപ്പിലാണ് ഞാൻ കയറി പോകേണ്ടത്, എവിടെ പോയാലാണ് എൻ്റെ ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക, അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമ്മളുടെ സക്സസ് കിട്ടാൻ, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോണ വരയ്ക്കും ആ ഒരു സക്സസ് കാണാൻ നിങ്ങൾ വന്നിട്ട് ആ ഒരു ധൈര്യം, ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റും. ഇന്ന് ഒരുപാട് പേരുടെ കാര്യം ഫിയർ ആണ്. അയ്യോ, എനിക്കത് സക്സസ് ആവോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെറിയ കുട്ടികൾ നടന്നിട്ടുണ്ടാവില്ല. ചെറിയ കുട്ടികൾ നടക്കുമ്പോൾ വീഴുമ്പോൾ അവരുടെ അടുത്ത് ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ തിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫിയർ നമ്മൾ എപ്പോൾ ബ്രേക്ക് ചെയ്യണോ, ആ ഒരു കറേജ്, എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം, ആ ഒരു കറേജ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് 100% ഗൈസ് സക്സസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്, പീപ്പിൾ റിലേറ്റഡ് ബിസിനസ് ആണ്. നമ്മളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക, അതായത് നമ്മളെ മാതിരി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ പാമ്പർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ എംപവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ബിസിനസിന്റെ കീ ഓഫ് സക്സസ്. സോ ഇതെല്ലാം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും അല്ലെ? വേറെ ഒന്നുമല്ല, ഈ ഞാൻ പറഞ്ഞ മാതിരി ആ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ. സ്കിൻ കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, ബോഡി കെയർ ഉണ്ട്, ആൻഡ് വെൽനെസ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, ഈ ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതിൽ ഈ 6 കാറ്റഗറി പ്രോഡക്ട്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. പ്രോഡക്ട്സിന്റെ നോളജ് എന്തൊക്കെയാണ്, നിങ്ങൾ നോളജ് എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം. ആൻഡ് അതേമാതിരി നമ്മളെ മാതിരി എന്തെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കണം ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഉണ്ടായിരിക്കും. നമ്മളെ മാതിരിയുള്ള പീപ്പിളിന്റെ അടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് റെഫർ ചെയ്യാം. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ വന്നിട്ട് നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. ഇത് എങ്ങനെ ചെയ്യണം, ആരുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം, ആരെയും നമ്മളുടെ ടീമിൽ കൂട്ടണം, എല്ലാം ഡിസൈഡ് ചെയ്യാനുള്ള ഫുൾ ഇതും വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. സോ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലന്റി പ്രോഗ്രാംസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്ലന്റി പ്രോഗ്രാം 3 തരത്തിലാണ് നമ്മൾക്ക് വരുന്നത്: 100, 50 ആൻഡ് 200. 100 പോയിന്റ്സ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ മാസത്തെയാണ് ഈ ഓഫർ. എല്ലാ മാസവും ഈ ഗിഫ്റ്റ് മാത്രം ചേഞ്ച് ആവും. സോ ഈ മാസത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബ്രോൺസിങ് പേൾസ് ആണ്. ജിയോഡനി ഗോൾഡ് ബ്രോൺസിങ് പേൾസ് ആണ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. സോ 1600 റുപ്പീസിന്റെ ഒരു ബ്രോൺസിങ് പേൾസ് നിങ്ങൾക്ക് വന്നിട്ട് 199 റുപ്പീസിന് കിട്ടും. ഇതൊരു എന്താ പറയുക, ഒരു കളർ കോസ്മെറ്റിക്സിൽ ഒരു പ്രീമിയം പ്രോഡക്ട്സ് ആണ് ഓറിഫ്ലെയിമിന്റെ ബ്രോൺസിങ് പേൾസ് എന്ന് പറയുന്നത്. സോ ഒരു പ്രസ് പൗഡർ ആയിട്ടോ ഹൈലൈറ്റർ ആയിട്ടോ ബ്ലഷ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ആൻഡ് ജിജി എന്ന് പറയുന്നത് ഒരു റോയൽ ലുക്കാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. ആൻഡ് അടുത്തത് വന്നിട്ട് നിങ്ങൾ 50 പോയിന്റ്സ് ആണ് നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കണമെങ്കിൽ അഡ്വാൻസ് കെയർ അൾട്ടിമേറ്റ് നറിഷിംഗ് ഷാംപൂ വന്നിട്ട് 529 റുപ്പീസിന്റെ ഷാംപൂ 79 റുപ്പീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ അത് കൂടാതെ നിങ്ങൾ ഒരു 200 പോയിന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് ഒരു 50% ഓഫിൽ 3 പ്രോഡക്ട്സ് നമ്മൾക്ക് നെക്സ്റ്റ് മന്ത് എടുക്കാൻ പറ്റും. ഒരുപാട് പേര് ഈ ഒരു ഓഫർ മൂലം ഒരുപാട് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ ഇടുന്ന ഓരോ ബോണസ് പോയിന്റ്സ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സിനും നമ്മൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടും കമ്പനി തിരിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ, ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പീപ്പിളെ വെച്ചിട്ടാണ്. ആ പീപ്പിൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 1 മുതൽ 20th ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങൾ ഒരു 3 പേരെ റിക്രൂട്ട് ചെയ്ത് 3 ഫ്രണ്ട്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യൂ. ആ 3 പേരുടെ അടുത്ത് പ്ലന്റി പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞ് പ്ലന്റി പ്രോഗ്രാം എടുക്കുവാണെങ്കിൽ ഈ ഒരു കട്ട്ലറീസ്
സെറ്റും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി തരും. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു സക്സസ് ലാഡറിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കയറി പോവാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലന്റി പ്രോഗ്രാം സപ്പോർട്ടിംഗ് സിസ്റ്റം കമ്പനി തരുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു സക്സസ് ലാഡറിലൂടെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഗിഫ്റ്റ് മാത്രമാണോ? അല്ല, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെ മൈൻഡിലും നമ്മൾക്ക് ഒരു മണി തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി നിൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് 250 റുപ്പീസ് തരും, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ 1000 റുപ്പീസ്, ആൻഡ് തേർഡ് സ്റ്റെപ്പ് കയറുമ്പോൾ 2000, ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് കയറുമ്പോൾ 3000. ഇങ്ങനെ വന്നിട്ട് 6250 റുപ്പീസ് നിങ്ങൾക്ക് സ്പീഡ് ബോണസ് മൂലം വന്നിട്ട് കമ്പനി ന്യൂ ബ്രാൻഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓൺട്രപ്രണർ ബോണസും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് അവരും ആ ലാഡറിലൂടെ കയറി പോകുമ്പോൾ ഓരോ ഫ്രണ്ട്സിൽ നിന്നും നമ്മൾക്ക് 500 റുപ്പീസ് നമ്മൾക്ക് കിട്ടും. നിങ്ങൾ ഒരു 10 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ 10 into 500, സോ 5000 റുപ്പീസ്. അതല്ല, നിങ്ങൾ ഒരു 3 ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തെങ്കിൽ കൂടി 1500 ഈച്ച് നമ്മൾക്ക് വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് വന്നിട്ട് ഫസ്റ്റ് താണില്ല. എല്ലാം എത്ര മാസം നിങ്ങൾ ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്ക് വന്നിട്ട് ഈ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്യണ ആ ഫ്രണ്ട്സിൽ നിന്ന് 4 മാസം ഈച്ച് പേഴ്സൺ എന്റെ കയ്യിൽ നിന്ന് 500 റുപ്പീസ് നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു 45 ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു 4 വിഷയം കൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ക്യാഷ് അവാർഡ്, ബോണസ്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ഇമ്മീഡിയറ്റ് ഇൻകം. ഓക്കെ, പെർഫോമൻസ് ഡിസ്കൗണ്ട്. ഈ ഒരു വിധത്തിലാണ് നമ്മൾക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇൻകം നമ്മൾക്ക് കിട്ടുന്നത്. ക്യാഷ് അവാർഡ് എന്ന് പറയുന്നത് 17 ടൈപ്പ് ഓഫ് ക്യാഷ് അവാർഡ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ പറഞ്ഞ മതി 11 കോടി രൂപ ഒരു പേഴ്സണെ കൊണ്ട് നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഇത് വന്ന് ഞങ്ങൾ വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇന്ത്യയിൽ വന്നിട്ട് കൊൽക്കത്ത നോർമൽ ഹോം മേക്കർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ 11 കോടി ഇന്ന് സമ്പാദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ആർക്കും സാധിക്കും എന്നുള്ളതിന് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ് ഇവിടെ ഉള്ളത്. അതേമാതിരി നമ്മൾക്ക് അറിയാം, ബോണസ് നമ്മൾക്ക് എപ്പോഴും എങ്ങനെയാ കിട്ടുക, ഒരു 6 months വൺസ് അല്ലെങ്കിൽ ഒരു ഇയർലി വൺസ് ഒക്കെയാ കിട്ടുക. ഇവിടെ അങ്ങനെയല്ല. ആഫ്റ്റർ സീനിയർ മാനേജർ നിങ്ങൾ ഒരു ലെവൽ പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ഒരു ലെവൽ പോകുമ്പോഴും ഓരോ മാസവും ആ ലെവൽ റീച്ച് ആയിരിക്കുന്ന എല്ലാ മാസവും നിങ്ങൾക്ക് വന്നിട്ട് ബോണസ് മൂലം നിങ്ങൾക്ക് കിട്ടും. ആക്ച്വലി ഒരു പിടിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു ബോണസ് ആണ്. നിങ്ങൾ ഡെപ്തിൽ എത്രത്തോളം നമ്മളുടെ ടീമിലെ ആളുകൾ സക്സസ് ആവുണ്ടോ അവർക്കും ബോണസ് കിട്ടും, അതേ സെയിം ടൈം നിങ്ങൾക്കും ആ ബോണസ് കിട്ടും. ആൻഡ് ഡ്രീം പ്രോഗ്രാം ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു കാർ വേണോ, അല്ലെങ്കിൽ ഒരു വീട് വേണോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആണോ, അല്ലെങ്കിൽ വെഡിങ് ആണോ, എന്ത് വേണമെങ്കിലും 90 days പ്രോഗ്രാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ആ പ്ലാനിങ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആ സ്പോൺസർ എന്താണോ നിങ്ങൾക്ക് പ്ലാനിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ട്രെയിനിങ്സ് എല്ലാം കറക്റ്റായി അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആ 90 days പ്രോഗ്രാം 3x3 ചാലഞ്ചിലൂടെ നിങ്ങൾ കൊണ്ടുപോയാൽ വിത്തിൻ 6 months നിങ്ങൾക്ക് വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. സോ ഒരേ ടൈമിൽ എല്ലാം കൂടി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ടൈമിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. every 4 years once നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം എടുക്കാം. ഇപ്പൊ ഫസ്റ്റ് എനിക്ക് വീടാണ് വേണമെങ്കിൽ നിങ്ങൾ വീട് വന്നിട്ട് സൈൻ ചെയ്യാം, വീട് അവർ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. ആഫ്റ്റർ 4 years നിങ്ങൾക്ക് അടുത്ത ഡ്രീം അച്ചീവ് ചെയ്യാവുന്നതാണ്. സോ അത് ഈസി. ഇന്ന് ഈ ഒരു ഡ്രീം പ്രോഗ്രാം അച്ചീവ് ചെയ്യാത്തവര് വന്നിട്ട് ഓറിഫ്ലെയിമിന്റെ ലീഡേഴ്സ് ആരും ഉണ്ടാവില്ല. ബിക്കോസ് അത്രയും സ്ട്രോങ് ആയിട്ട് അത്ര ഈസി ആയിട്ടാണ് പീപ്പിൾ ഇന്നത് വന്നിട്ട് സക്സസ് ചെയ്യണത്. അതുകൂടാതെ മാനേജർ സെമിനാർ, നാഷണൽ സെമിനാർ ഈ വർഷം ഇപ്പൊ നമുക്ക് അറിയാം ലോക്ക്ഡൌൺ കോവിഡ് പ്രോബ്ലം എല്ലാം ഉള്ളതുകൊണ്ട് വിർച്വൽ മാനേജ്മെന്റ് സെമിനാർ ആണ് നമ്മൾക്കുള്ളത്. മാനേജർ സെമിനാർ ആണ് അത്. വിർച്വൽ മാനേജർ സെമിനാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ എന്താ പറയാ ഒരു MDs അവരുടെ ഒരു മീറ്റിംഗ് ഒക്കെയാണ് അങ്ങനെ നടക്കുക. അങ്ങനത്തെ ഒരു വിർച്വൽ സെമിനാർ ആണ് നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾക്ക് തരുന്നത്. അതേമാതിരി ഡയറക്ടർ സെമിനാർ നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി കൊച്ചിയിലാണ്. ഈ 2020 ഇന്ന് ഡിസൈഡ് ചെയ്യൂ നിങ്ങൾ. ഈ ഒരു 2020 ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ഫെബ്രുവരി മന്താണ്. സോ ഈ മാസം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ കൂടി 2021 നിങ്ങൾ ഡിസംബറിനുള്ളിൽ നിങ്ങൾ
ഒരു സീനിയർ മാനേജർ ആയാൽ കൊച്ചി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ 90 ഡേയ്സ് പ്രോഗ്രാം എടുത്ത് വർക്ക് ചെയ്യൂ. അത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേമാതിരി ലണ്ടൻ നിങ്ങൾക്ക് പോകാൻ പറ്റും. ലണ്ടനും അതേമാതിരിയാണ്. നിങ്ങൾ ആ 90 ഡേയ്സ് പ്രോഗ്രാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കൊച്ചി, ലണ്ടൻ ആൻഡ് മാനേജർ സെമിനാർ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഒരു 10,000 റുപ്പീസ് നമ്മൾക്ക് മന്ത്ലി സാലറി തരണമെങ്കിൽ നമ്മൾ ഒരു 8 അവേഴ്സ് വർക്ക് ചെയ്യണില്ലേ, അവിടെ അതൊന്നും ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന് വന്ന് നിങ്ങളുടെ സെൽഫ് ഓർഡർ പ്ലന്റി പ്രോഗ്രാം 50ഓ 100ഓ 200ഓ ഏതെങ്കിലും ഒരു പ്ലന്റി പ്രോഗ്രാം നിങ്ങൾ വന്നിട്ട് അച്ചീവ് ചെയ്യാം. പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുക. അതേമാതിരി നിങ്ങളുടെ ക്ലോസ്ഡ് ഫ്രണ്ട്സിൽ നിന്ന്, നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരു 3 ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യൂ. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ആ 3 പേര് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവരേനും നിങ്ങളൊരു 3% ആ ഫസ്റ്റ് സക്സസ് ലാഡറിൽ കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എല്ലാ മാസവും. അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു 3 ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. അതേമാതിരി നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് പ്ലന്റി പ്രോഗ്രാം ഗിഫ്റ്റ് എടുക്കുക. ഇത് രണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് മാസം ചെയ്യുവാണെങ്കിൽ 90 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞ സീനിയർ മാനേജർ ടൈറ്റിൽ അച്ചീവ് ചെയ്യും. ആ 4th മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ടൈം ഇൻകം നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങാൻ പറ്റും. സോ 3x3 ചാലഞ്ച് എന്ന് ഞാൻ ഫസ്റ്റ് മുതലേ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. അത് വേറെ ഒന്നുമല്ല, 3 ഫ്രണ്ട്സിനെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യൂ. ആ 3 പേരെന്നെ നിങ്ങൾ വന്നിട്ട് 3% ആക്കൂ. അതിന് നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇൻവൈറ്റിംഗ് സ്പോൺസറുടെ അടുത്ത് ചോദിക്കൂ. ട്രെയിനിങ് പ്രോഗ്രാം, സപ്പോർട്ട് എല്ലാ സിസ്റ്റവും നിങ്ങൾക്ക് ഉണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെ പ്ലന്റി പ്രോഗ്രാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യൂ. പ്ലന്റി പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ പർച്ചേസ് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക. ആൻഡ് അതേമാതിരി നമ്മളുടെ ഫ്രണ്ട്സിൽ ആർക്കാണ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, എന്തെങ്കിലും ഒരു കരിയർ വേണം എന്ന് ആഗ്രഹിക്കണം, അങ്ങനെയുള്ള ആളുകൾ തന്നെ 3 ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ ഈ മാസം രജിസ്റ്റർ ചെയ്യൂ. അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ടീം എന്ന് പറഞ്ഞാൽ 100% വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ടീം. ബിക്കോസ് നമ്മൾ ഒരാളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ടീമായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. നമ്മളെ കൊണ്ട് ഒരു 1% ആണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ടീമായിട്ട് ചെയ്യുമ്പോൾ അത് 200% ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ടീം ഫിനിക്സ്. അത് മാത്രമല്ല ടീം ഫിനിക്സ് അല്ല, ടീമിൽ വന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് സിസ്റ്റം കമ്പനിയിൽ നിന്നുണ്ട്. ട്രെയിനിങ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി ഒരു പ്രൊഫഷണൽ വേയിലാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. നോർമൽ ഏതോ ഒരു വർക്ക് ചെയ്യുന്ന മാതിരിയോ അല്ലെങ്കിൽ ഒരു നോർമൽ വർക്ക് ഫ്രം ഹോം മാതിരിയോ അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് 100% നിങ്ങൾ വന്നിട്ട് ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആ എഡ്യൂക്കേഷൻ നമ്മൾക്ക് ഈ ഒരു ഓറിഫ്ലെയിം അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള ടൈം മാത്രമാണ് നിങ്ങളുടെ ഇത് കൂടെ ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾ ഓൺലൈനിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ അത് കേൾക്കാൻ പോണത്. അതേമാതിരി ടീം ഫിനിക്സിന്റെ ട്രെയിനിങ്സ് ഉണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഓറിഫ്ലെയിമിൽ ജോയിൻ ചെയ്താൽ എനിക്കുള്ള ബെനിഫിറ്റ് എന്നുള്ളത്, അല്ലെ? സോ ഈ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ 200% ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ്, ഡിറ്റർമിനേഷൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ 200% കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സക്സസ് ലാഡറിൽ നിങ്ങളെ സക്സസിലേക്ക് നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ എത്തിക്കാൻ പറ്റും. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ആരാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് ആ പേഴ്സണെ കോൺടാക്ട് ചെയ്തിട്ട് ഓൺലൈനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യൂ. ഡയറക്റ്റ് കമ്പനിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ബട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ആരാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആ സ്പോൺസർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരും. സോ ഇതിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മൾ വന്നിട്ട് ഫോളോ ചെയ്യണം. നോളജ് ഇല്ലാതെ ഈ ഒരു ബിസിനസ് പ്രോപ്പർ വേയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ നോളജ് എടുക്കാനുള്ള ഒരു ടൈം, പേഷ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചിരിക്കണം. ആൻഡ് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി. ഞാൻ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെയല്ല. ഒരു പ്ലാനിങ്
ഉണ്ടായിരിക്കണം. എനിക്ക് ഈ ഒരു 90 ഡേയ്സിനുള്ളിൽ ഈ ഒരു ലെവലിൽ വരണം. ഇതാണ് എന്റെ ഡ്രീം. ഇതെല്ലാം അച്ചീവ് ചെയ്യണം. സോ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്? കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ 2 ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചു. അവര് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവര് പിന്നെ സംസാരിക്കാം. പക്ഷെ എനിക്ക് വന്നിട്ട് ഇത് സക്സസ് ആവണം. അപ്പൊ എന്റെ അടുത്ത 2 ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരിക്കണം. ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വർക്കിൽ കൊണ്ടുവരണം. ആൻഡ് ഹാർഡ് വർക്ക് ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല. ഇവിടെ ജീവിതത്തില് 20 വർഷം 30 വർഷം വർക്ക് ചെയ്ത ആൾക്കാര് എന്ത് സമ്പാദിക്കുന്നുണ്ടോ അത് വന്നിട്ട് ജസ്റ്റ് ഒരു 6 മന്ത്സ് ഓർ 1 ഇയറിൽ നിങ്ങൾ സമ്പാദിക്കാൻ പോവാണ്. സോ 20 വർഷം 40 വർഷം സമ്പാദിച്ചവര് അത്രയും വർക്ക് ചെയ്ത കാര്യങ്ങള് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു 1% എങ്കിലും ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഇട്ടാൽ മാത്രമാണ് നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുക. ആൻഡ് സിസ്റ്റം ഒരു സിസ്റ്റം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3x3 സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങളുടെ ടീമിൽ വന്നിട്ട് ആ ഒരു ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് എന്റെ 3 ഫ്രണ്ട്സും ചെയ്യേണ്ടത്. ആ 3 ഫ്രണ്ട്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്സ് ഇതെല്ലാം സാർപിഒ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് റെഡിയായി നമ്മൾ ഫസ്റ്റ് അവരെ രജിസ്റ്റർ ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കാറ്റലോഗ് എന്താണെന്ന് ചോദിക്കുക. ഓരോ മാസം നമ്മൾക്ക് കാറ്റലോഗ്സ് ഉണ്ട്. ഓരോ മാസം ഓഫേഴ്സ് ഉണ്ടായിരിക്കും. ആ കാറ്റലോഗിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോൺസറിന്റെ അടുത്ത് ചോദിച്ച് ഫുൾ കാറ്റലോഗിലിരിക്കുക പ്രോഡക്റ്റിന്റെ നോളജ് എടുത്തേക്കൂ ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും ഒക്കെ സജസ്റ്റ് ചെയ്യൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരു 30 പേരെ ലിസ്റ്റ് എടുക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. അതിന് ഒരു 5 പേർ, ഒരു 3 പേരുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയും. അല്ലെങ്കിൽ ഒരു 5 പേരെടുത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയൂ. 3 പേരെങ്കിലും നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതേമാതിരി ബാക്കിയുള്ള ഒരു 5 പേരുടെ അടുത്ത് നിങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ആ നോളജ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ എന്താണ് ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രോഡക്ട്സ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു പ്രോഡക്ട്സ് നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കൂ, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ഇതാണ് ഈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്മീഡിയറ്റ് ഇൻകം കൂടിയാണ്. ആൻഡ് നിങ്ങളുടെ പോയിന്റ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനെ. അതല്ലെങ്കിൽ നിങ്ങൾ സ്പോൺസറോ ആയിട്ട് ഒരു കോൺഫറൻസ് കോൾ ഇട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ടീം ഫിനിക്സിന്റെ പീപ്പിൾ ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ഡിസിഷൻ അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബിക്കോസ് നമ്മള് ഡ്രീം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തമാണ്. നിങ്ങളുടെ ഡ്രീം വന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 100% അത് വിശ്വസിക്കണമെങ്കിൽ നമ്മളെ എല്ലാ ഡ്രീമും നമ്മൾക്ക് വന്നിട്ട് ഫുൾ റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ വൺ തിങ്, നമ്മൾ അത് നേടിയെടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഡിസിഷൻ നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് ബിലീവ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഡ്രീം മേലെ ബിലീവ് ഉണ്ടായിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം, നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ മേലെ നിങ്ങൾക്ക് ബിലീവ് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഒരു ടീം ടുഗദർ ആയിട്ട് നമ്മൾക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് 100% പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടീമിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ 2021 എങ്ങനെയായിരിക്കും? നമ്മൾ ബിഗിനിങ്ങിൽ ഇരിക്കുകയാണ് അല്ലെ. 2021 നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കൂ, ഡിസിഷൻ എടുക്കൂ, 90 ഡേയ്സ് പ്രോഗ്രാം നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങൂ. 100% 2021 നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരിക്കും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. തിങ്ക് പോസിറ്റീവ്ലി. ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേഴ്സണെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യൂ. കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.